സെക്ഷനിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പുതിയതാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഭയങ്കര സംശയം ഉണ്ടാവും, എങ്ങനെ ഇതിൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്യും, എങ്ങനെ ഇതൊക്കെ പഠിക്കും എന്നുള്ളതൊക്കെ. സോ മക്കളെ, അങ്ങനെയാണെങ്കിൽ വെൽക്കം ബാക്ക് ടു HUPod. I'm Jasna, your English teacher, and in this video we are going to deal with the important activity from the chapter Half a Day by Naguib Mahfouz. Okay, so നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നഗീബ് മഹ്ഫൂസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പം അതിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ 3. നമുക്ക് എങ്ങനെയാണ് നല്ലൊരു കോൺവെർസേഷൻ എഴുതാം എന്നുള്ള ഒരു ചോദ്യമാണ്. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു ആക്ടിവിറ്റി ആണ്. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, സോ ഇവിടെ ചോദ്യം എന്താണ്? Dry your tears and face life joyfully. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? Dry your tears, നീ നിന്റെ കണ്ണീരൊക്കെ എന്ത് ചെയ്യുക, തുടക്കുക എന്നുള്ള അല്ലെ. And face life joyfully, ജീവിതം നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഫേസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇത് ആരാ പറഞ്ഞ? The woman, അതിലുള്ള ഒരു സ്ത്രീയാണ് പറഞ്ഞത് അല്ലെ. This words comforted the narrator. നമ്മുടെ നറേറ്ററിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വാക്കുകൾ ഭയങ്കര സുഖിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള നല്ല ഒരു സമാധാനമൊക്കെ കൊടുത്തു. Okay, so what would be the likely conversation between the boy and the woman? അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആ ഒരു വുമണും അതേപോലെ തന്നെ നമ്മുടെ ബോയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കോൺവെർസേഷൻ എന്തായിരിക്കും എന്നുള്ളത് അല്ലെ. അവർ നടത്തിയിട്ടുള്ള സംഭാഷണം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടി എന്നുള്ള. ഓക്കെ, യെസ്. സോ നമുക്ക് എങ്ങനെയൊക്കെ കാര്യം പറയാം? ആ ബോയിന്റെ പ്രശ്നങ്ങൾ ബോയ് പറയും, അപ്പൊ വുമൺ എന്ത് ചെയ്യണം? നല്ല സമാധാനിപ്പിക്കണം എന്നുള്ള അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാണ്. ബോയ് എന്താ പറയുന്നടാ നോക്ക്, നമുക്ക് എങ്ങനെ എഴുതാം? ബോയ് പറയാണ്, ഐ എം സ്കെയർഡ്, എനിക്ക് നല്ല അല്ലെ പേടിയുണ്ട് എന്ന് പറയാം. ഐ എം സ്കെയർഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഹിയർ, എനിക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറയാം. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഹിയർ, ഇവിടെ നിൽക്കണം എന്നുള്ളത് അല്ലേ എനിക്ക് ആവശ്യമില്ല. ഐ വാണ്ട് ടു ഗോ ഹോം, എനിക്ക് എന്ത് ചെയ്യണം? വീട്ടിലേക്ക് പോകണം എന്ന് പറയാം അല്ലെ. അപ്പൊ വുമൺ എന്താ പറയുന്നത്? സ്മൈലിംഗ് ജെന്റ്ലി, ഇങ്ങനെ നല്ല ഒരു ജെന്റിലായിട്ട് ഒന്ന് ഇങ്ങനെ സ്മൈൽ ചെയ്ത് പുഞ്ചിരിച്ച് ആളെന്താ പറയുന്നത്? Dry your tears, നീ എന്ത് ചെയ്യാ? നിന്റെ കണ്ണുനീര് തുടക്കൂ. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി, ജീവിതം എന്ത് ചെയ്യാം? നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഫേസ് ചെയ്യും. യങ് വൺ എന്ന് പറയാം അല്ലെ, മോനെ എന്നുള്ള അർത്ഥത്തിൽ പറയാം. എന്നിട്ട് എന്താ പറയുന്നത്? സ്കൂൾ ഈസ് എ വണ്ടർഫുൾ പ്ലേസ് where you will learn many new things and make friends. സ്കൂൾ എന്ന് പറയുന്നത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നീ പഠിക്കുന്ന ഒരിടമാണ് അല്ലെ. അത് മാത്രല്ല പുതിയ ഫ്രണ്ട്സിനെ നീ ഉണ്ടാക്കുന്ന ഒരു പ്ലേസും കൂടിയാണ്, ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയാം. അപ്പൊ ബോയ് എന്താ ചോദിക്കുന്നത്? But what if I can't do it? അല്ലെ. യെസ്, അപ്പൊ എന്താ പറയാ? പക്ഷേ what if I can't do it, എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ എന്ന് പറയാം അല്ലെ. എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കാം. What if the other kids don't like me? ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കാണ് ആര്? നമ്മുടെ ബോയ്. അപ്പം ടീച്ചർ എന്താ പറയുന്നത് അല്ലെ, നമ്മുടെ വുമൺ എന്താ പറയുന്നത്? ഇറ്റ്സ് നോർമൽ ടു ഫീൽ സ്കെയർഡ് ഓൺ യുവർ ഫസ്റ്റ് ഡേ. ആദ്യത്തെ ദിവസം ഇങ്ങനെ പേടിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് എവരിവൺ ഹിയർ ഈസ് ഇൻ ദ സെയിം ബോട്ട്. ഇവിടെ എല്ലാ ആൾക്കാരും സെയിം ബോട്ടിലാണെന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരും നിന്നെ പോലെയാ, സെയിം അവസ്ഥയല്ലേ, എല്ലാ ആൾക്കാർക്കും ഫസ്റ്റ് ഡേ അല്ലേ എന്ന് പറയാണ്. ഓക്കെ, യു വിൽ ഫൈൻഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദം ഫീൽ ജസ്റ്റ് ലൈക്ക് യു ഡു. നിനക്ക് എന്ത് കാണാൻ പറ്റും? അവർക്ക് എല്ലാ ആൾക്കാർക്കും എങ്ങനെയാണോ നിനക്ക് ഫീൽ ചെയ്യുന്നത്, നിനക്ക് എന്താണോ തോന്നുന്നത് അതേപോലെ തന്നെ അവർക്കും തോന്നും എന്നല്ല അല്ലെ. ആ ഒരു കാര്യം നിനക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ നിന്റെ അതേ പ്രശ്നമുണ്ട് എന്നാണ് ഇവിടെ വുമൺ പറയുന്നത്. അപ്പൊ ബോയ് പറയാം, റിയലി, ശരിക്കും? they feel scared too. അവർക്ക് നല്ല പേടിയുണ്ടോ എന്ന് ചോദിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ എന്താ വുമൺ പറയുന്നത്? യെസ്, they do, അവർക്കുണ്ട്. And that's okay, അത് ഓക്കെ ആണ് അല്ലെ, അത് കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്, ഇതൊക്കെ വളരുന്നതിന്റെ ഒരു ഭാഗമാണടാ. You will soon find that school is not just about learning from books but also about discovering who you are and what you can do. നിനക്ക് എന്ത് കാണാൻ പറ്റും എന്നുള്ള പറഞ്ഞ യു വിൽ സൂൺ ഫൈൻഡ് ദാറ്റ്, നിനക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും. എന്ത്? സ്കൂൾ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലേണിംഗ് ഫ്രം ബുക്സ്, ബുക്കിൽ നിന്ന് അല്ലെ, പുസ്തകത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല സ്കൂൾ എന്ന് പറഞ്ഞാല്, ബട്ട് ഓൾസോ അബൌട്ട് ഡിസ്കവറിങ് ഹു യു ആർ, നീ ആരാണ് എന്ന് കണ്ടെത്തുക അല്ലെ, അതും കൂടിയാണ്. അതൊക്കെ സ്കൂളിലാണ് പോസിബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ സ്കൂളിൽ നിന്ന് നീ ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ വാട്ട് യു ക്യാൻ ഡു, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യാം? സ്കൂളിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ ബോയ്, ഡു യു തിങ്ക് ഐ വിൽ ബി ഓക്കെ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഓക്കെ ആവും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ വുമൺ എന്താ പറയുന്നത്? I know you will be fine. എന്താ പറഞ്ഞേ? യെസ്, എനിക്കറിയാം അല്ലെ. I know you will be.
ഓക്കെ, നീ ശരിയാവും എന്നുള്ളത് എനിക്കറിയാം. യാ, യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നീ വിചാരിക്കുന്നതിനേക്കാൾ അല്ലെ, നീ വിചാരിക്കുന്നതിനേക്കാൾ സ്ട്രോങ്ങർ ആണടാ നീ എന്ന് പറയാം. മോട്ടിവേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ നമുക്ക് റിമെമ്പർ, ഓർക്കണല്ലേ, നീ എന്താ ഓർക്കേണ്ടേ? എവറി ഗ്രേറ്റ് ജേർണി ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഓരോ വലിയ വലിയ യാത്രകളും തുടങ്ങുന്നത് ഇതേപോലെയുള്ള ചെറിയ സ്റ്റെപ്പ് ഒക്കെ മുന്നോട്ട് വെച്ചിട്ടാണ്. യാ, ജസ്റ്റ് ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ ആ പടി, ആദ്യത്തെ ആ ഒരു ചുവട് നീ ഒന്ന് വെക്കൂ എന്ന് പറയാം. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നീ ഒന്ന് വെക്കും. യാ, ആൻഡ് എവറിത്തിങ് എൽസ് വിൽ ഫോളോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിന് വഴിയാലെ വന്നോളും ഇല്ലേ? യെസ്, അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നീ ഒന്ന് വെക്കൂ എന്ന് പറയാം. അപ്പൊ ബോയ് പറഞ്ഞെന്താ? ഐ വിൽ ട്രൈ, താങ്ക് യു, ഞാൻ ശ്രമിക്കാം അല്ലെ, ഐ വിൽ ട്രൈ താങ്ക് യു എന്ന് പറയാം, നന്ദി എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്താ പറയുന്നത്? നമ്മുടെ വുമൺ എന്താ പറയുന്നത്? ദാറ്റ്സ് ദ സ്പിരിറ്റ്. അതാണ്, ഓക്കെ, അതാണ് ആ സ്പിരിറ്റ് എന്ന് പറയാം. നൗ ഗോ ഓൺ ആൻഡ് മേക്ക് ടുഡേ എ വണ്ടർഫുൾ ഡേ. ഓക്കെ, അപ്പൊ പോയിട്ട് ഇന്നത്തെ ദിവസം അല്ലേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ദിവസമാക്കൂ, വണ്ടർഫുൾ ഡേ ആക്കി മാറ്റൂ എന്ന് പറയാം. യു വിൽ സീ ഇറ്റ് വിൽ ബി ഓവർ ബിഫോർ യു നോ ഇറ്റ്. നിനക്ക് കാണാൻ വേണ്ടി പറ്റും, നീ വിചാരിക്കുന്നതിനേക്കാളും മുന്നേ ഇന്നത്തെ ദിവസം കഴിയുമെന്നുള്ള അല്ലെ, ഇത് പെട്ടെന്ന് തന്നെ കഴിയും. ഓക്കെ, ആൻഡ് യു വിൽ ഹാവ് സോ മച്ച് ടു ടെൽ യുവർ ഫാമിലി വെൻ യു ഗെറ്റ് ഹോം. വീട്ടിലെത്തിയാൽ, വെൻ യു ഗെറ്റ് ഹോം, വീട്ടിലെത്തിയാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ, യു വിൽ ഹാവ് സോ മച്ച് ടു ടെൽ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരൻസിനോട് പറയാനുണ്ടാവും എന്ന് പറയാം. ഓക്കെ, യെസ്. സോ ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടി പഠിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വളരെ അനായാസം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എങ്ങനെയാണ് ഈ വുമണും അതേപോലെ തന്നെ നമ്മുടെ ബോയും തമ്മിലുള്ള കോൺവെർസേഷൻ, ഓരോ എക്സ്ചേഞ്ചുകളും എഴുതാം എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യണം? നമുക്ക് ഓരോ ആക്ടിവിറ്റീസും ഓരോ ഗ്രാമർ പാട്ടും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കണം. സോ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എഡ്യൂപോർട്ടിന്റെ പ്രീമിയം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. സോ മക്കളെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.